സർ, നമുക്കറിയാം എയർ ഇന്ത്യയും ടാറ്റയും ഒക്കെ നമ്മുടെ ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയിൽ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. ഇന്ത്യക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഇന്ത്യയിലെ വ്യാവസായിക ഭീമന്മാരാണ്. അപ്പോൾ എയർ ഇന്ത്യക്ക് നേരെ ഉണ്ടാവുന്ന തുടർച്ചയായ അല്ലെങ്കിൽ എയർ ഇന്ത്യക്ക് ഉണ്ടാവുന്ന സാങ്കേതിക തകരാറുകൾ ടാറ്റയെ ബാധിക്കുന്നുണ്ട്. ടാറ്റയെ ഒരു പ്രശ്നം ബാധിക്കുന്നു, അത് സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലെങ്കിലും അത് ഇന്ത്യയെ കൂടി ബാധിക്കും എന്ന് വേണ്ടേ കരുതാൻ? ടാറ്റയെ സംബന്ധിച്ച് ഭാരതത്തിന്റെ പര്യായം എന്ന് തന്നെ പറയാം. അതിന് കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ സമയത്ത് പാകിസ്ഥാൻകാര് ടാറ്റയെ ക്ഷണിച്ചതാണ്. ആ സമയത്ത് അദ്ദേഹം ഇന്ത്യയിൽ തന്നെ ഉറച്ചു നിന്നു. പാകിസ്ഥാനിലേക്ക് ടാറ്റ പോയിരുന്നുവെങ്കിൽ ഇന്ന് പാകിസ്ഥാൻ ഒരു വലിയ സാമ്പത്തിക ശക്തിയായിട്ട് മാറാൻ സാധിക്കുമായിരുന്നു എന്ന് പറയപ്പെടുന്നു. എന്തായാലും അദ്ദേഹം ഭാരതത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഇരുമ്പുരുക്ക് വ്യവസായം ഭാരതത്തിന്റെ പുരോഗതിക്ക് ശക്തമായ അടിത്തറ പണിതു കൊടുത്തു. ആദ്യമൊക്കെ ഇരുമ്പുരുക്ക് വ്യവസായത്തിലാണ് അദ്ദേഹം ഫോക്കസ് ചെയ്തതെങ്കിലും പിന്നീട് FMCG വരെയുള്ള മേഖലകളിൽ സമസ്ത മേഖലയിലും അദ്ദേഹം ഭാരതത്തിന് വേണ്ടി വളരെ ശക്തമായി നിലകൊണ്ടു. ഇപ്പൊ എയർ ഇന്ത്യ ആണെങ്കിലും നമ്മുടെ റിസർച്ചിന്റെ മേഖലകളിലാണെങ്കിലും കാർഷിക പുരോഗതിയുടെ കാര്യത്തിലാണെങ്കിലും എല്ലാ മേഖലകളിലും ഭാരതത്തിന് എന്തൊക്കെ ചെയ്യണമോ അതൊക്കെ അദ്ദേഹം ചെയ്തു. സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഗവൺമെന്റ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രൊഫഷണലായി കാര്യക്ഷമമായി അദ്ദേഹം കാര്യങ്ങൾ ചെയ്തു. അതുകൊണ്ട് ഇന്ത്യ സമം ടാറ്റ എന്ന ഒരവസ്ഥ അന്ന് മുതൽ ഇന്ന് വരെയുണ്ട്. അതുകൊണ്ട് ഇന്ത്യയെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ടാറ്റയെ തകർത്താലും കാര്യം നടക്കും എന്ന് വരുന്നത് കൊണ്ട് ടാറ്റയ്ക്കെതിരായിട്ട് തിരിയാനുള്ള സാധ്യതയുണ്ട്. അഥവാ ഇന്ത്യക്കെതിരായ ആക്രമണം തന്നെയാണ് ടാറ്റയിൽ കൂടി അവര് നേടാൻ ശ്രമിക്കുന്നത്. എന്തു തന്നെയാണെങ്കിലും നഷ്ടം ഭാരതത്തിനാണ്. അതുകൊണ്ട് ഈ ടാറ്റയ്ക്കെതിരെ വരുന്ന ആക്രമണങ്ങൾ, അത് ടാറ്റയാണെങ്കിലും അദാനി ആണെങ്കിലും അംബാനി ആണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഒരു രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത് അവിടുത്തെ സമ്പന്നന്മാരുടെ സമ്പദ് വ്യവസ്ഥ കൂടി ഉൾപ്പെട്ടതാണ്. അല്ലാതെ പാവങ്ങളുടെയോ തൊഴിലാളികളുടെയോ സമ്പദ് വ്യവസ്ഥ മാത്രമല്ല ഒരു രാജ്യത്തിന്റെ ആകെ സമ്പത്ത്. ഒരു രാജ്യത്തിന്റെ ആകെ സമ്പത്ത് എന്നുള്ളത് ആ രാജ്യത്തെ ഉള്ള മുഴുവൻ വ്യവസായികളുടെയും ബിസിനസ്സുകാരുടെയും അതുപോലെ തന്നെ സാധാരണക്കാരുടെയും കർഷകരുടെയും എല്ലാവരുടെയും കൂടി സമ്പദ് വ്യവസ്ഥയാണ്. അതുകൊണ്ട് ഒരു രാജ്യത്തെ തകർക്കാൻ ആഗ്രഹിക്കുന്നവർ അവിടുത്തെ വ്യവസായത്തെ തകർക്കാനായിരിക്കും ആദ്യം നോക്കുക. അന്താരാഷ്ട്ര തലത്തിൽ ഇത് വളരെയേറെ ശരിയുമാണ്. ഇപ്പൊ അമേരിക്കയില് ഇലോൺ മസ്കും ട്രംപും തമ്മിലുള്ള യുദ്ധം എന്ന് പറയുമ്പോൾ ആ രാജ്യം ആന്തരികമായിട്ട് വലിയ ക്രൈസിസിനെ നേരിടുന്നു. ഏത് രാജ്യത്താണെങ്കിലും അങ്ങനെ. ഇപ്പൊ ബ്രിട്ടനിൽ നിയമത്തിന്റെ ടാക്സിന്റെ ഒക്കെ മാറ്റങ്ങൾ വന്നപ്പോൾ 24,000 കോടീശ്വരന്മാരാണ് ബ്രിട്ടന്റെ പൗരത്വം ഉപേക്ഷിച്ച് മറ്റു രാജ്യങ്ങളിലേക്ക് പോയത്. ബ്രിട്ടൻ സാമ്പത്തികമായിട്ട് തകരുന്നതിന്റെ പ്രധാന കാരണവും അത് തന്നെയാണ്. അതുകൊണ്ട് സാമ്പത്തികമായ ഭദ്രത എന്ന് പറയുന്നത് ഒരു രാജ്യത്തെ വ്യവസായികളുടെയും സമ്പന്നന്മാരുടെയും ഭദ്രത കൂടിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് പരിപ്രേക്ഷ്യത്തിൽ നിൽക്കുന്ന കേരളത്തെ സംബന്ധിച്ചിടത്തോളം വ്യവസായികളെയും സമ്പന്നന്മാരുടെയും ഇല്ലായ്മ ചെയ്താൽ മാത്രമേ സമൂഹം രക്ഷപ്പെടൂ എന്നാണ് പറയുന്നത്. പക്ഷെ 54 രാജ്യങ്ങളിൽ കമ്മ്യൂണിസം വന്നിട്ടും 50 രാജ്യങ്ങളിലും ഇത് ചെയ്തു നോക്കിയിട്ട് 50 രാജ്യങ്ങൾ തകർന്നു പോയതല്ലാതെ രാജ്യവും രക്ഷപ്പെട്ടില്ല, കമ്മ്യൂണിസവും രക്ഷപ്പെട്ടില്ല. രണ്ടും തകർന്നുപോയി. അതുകൊണ്ട് സമ്പന്നന്മാർക്കെതിരായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് രാജ്യത്തിനെതിരായിട്ടുള്ള നിലപാട് തന്നെയാണ്. അതിനെ പ്രത്യയശാസ്ത്രപരമായിട്ട് എത്ര ന്യായീകരിക്കാൻ ശ്രമിച്ചാലും അത് യാഥാർത്ഥ്യമല്ല. അതുകൊണ്ട് രാജ്യത്തെ തകർക്കുക, സമ്പന്നന്മാരെ തകർക്കുക, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. ഇപ്പൊ ഒരു വശത്ത് സൈന്യം ആയുധം എടുത്തുകൊണ്ട് പോരാടുന്നു എന്ന് പറയുമ്പോൾ മറുവശത്ത് സമ്പന്നന്മാർ സാമ്പത്തികം എടുത്തുകൊണ്ട് നമ്മളെ ഭദ്രമാക്കുകയോ പോരാടുകയോ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒരു യഥാർത്ഥത്തിലുള്ള ഒരു ചർച്ച ഒരിടത്തും നടക്കുന്നില്ല. മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ട അജണ്ടയുടെ അടിസ്ഥാനത്തിൽ മുതലാളിമാർക്കെതിരായിട്ടുള്ള ഒരു സാമൂഹ്യ അവബോധം, ഒരു നറേറ്റീവ് ഇതൊക്കെ സൃഷ്ടിക്കപ്പെടുകയും അതുകൊണ്ട് ഞങ്ങൾ മുതലാളിമാർക്കെതിരെയാണ് സമരം ചെയ്യുന്നതെന്ന് പറയുമ്പോഴും രാജ്യത്തിനെതിരെയായിട്ടാണ് അവർ നിലകൊള്ളുന്നത് എന്നുള്ളതാണ് വസ്തുത. ഇത്തരത്തിൽ എയർ ഇന്ത്യക്ക് നേരെ തുടർച്ചയായി അല്ലെങ്കിൽ എയർ ഇന്ത്യ സാങ്കേതിക തകരാറുകൾ വരുന്ന സംഗതി ഇന്ത്യയെ ബാധിക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പക്ഷെ അപ്പോഴും ഇതിന് പിന്നിൽ ആര് എന്ന് കണ്ടെത്താൻ നമുക്ക് സാധിക്കുന്നില്ല. ഇപ്പോൾ ഇന്നുണ്ടായ ഒരു സംഭവം, പുറപ്പെട്ട ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് അഗ്നിപർവ്വതം പൊട്ടുന്നു എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് തിരിച്ചു പറന്നു എന്നൊക്കെയാണ്. അപ്പോൾ ആരെങ്കിലും ചെയ്യുന്നതാണോ എന്ന് ചോദിച്ചാൽ അഗ്നിപർവ്വതമൊന്നും ആരും എയർ
എയർ ഇന്ത്യയുടെ വിമാനം വരുന്നുണ്ട്, അതുകൊണ്ട് മുൻകൂട്ടി കണ്ടുകൊണ്ട് അത്തരത്തിലൊന്നും ചെയ്യില്ല. അപ്പോൾ അങ്ങനെയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. ഇത്തരത്തിൽ ആശങ്കകൾ എയർ ഇന്ത്യയെ വിട്ടൊഴിയുന്നേ ഇല്ല എന്നുള്ളതാണ്. അല്ലെങ്കിൽ പിറകിൽ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള ചോദ്യത്തിന് ഒരു ഉത്തരവും ലഭിക്കുന്നില്ല. അതാണ് ഒരു പ്രധാന ആശങ്കയെന്ന് തോന്നുന്നു. ഇന്ത്യയിലെ സാമ്പത്തിക പുരോഗതിയും അതുപോലെ തന്നെ കയറ്റുമതി ഈ പ്രശ്നം നേരത്തെ നേരിട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് വിദേശത്തേക്കുള്ള കയറ്റുമതി വർദ്ധിച്ച സാഹചര്യത്തിൽ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഗുണമേന്മ കുറവാണ് എന്നുള്ള വ്യാപകമായിട്ടുള്ള ഒരു പരാതി ഉണ്ടായി. അതായത് ഭക്ഷ്യോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുമ്പോൾ ഇന്ത്യയിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്ന സ്പൈസസ്, പ്രോസസ്ഡ് ആയിട്ടുള്ള ഫ്രോസൺ ഫുഡ്സ്, ഈ മേഖലയിലൊക്കെ ഇന്ത്യ ഒരു വലിയ കടന്നുകയറ്റം നടത്തിയപ്പോൾ അതിലൊക്കെ അപകടകരമായ കീടനാശിനി, കളനാശിനി എന്നിവ കലർന്നിട്ടുണ്ട്, ഫംഗസ് ഉണ്ട്, ബാക്ടീരിയ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അതിനെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇത് ഇന്ത്യ എപ്പോൾ തലപൊക്കുന്നോ, ഇന്ത്യ എപ്പോൾ കുതിച്ചു മുന്നേറുന്നോ അപ്പോഴൊക്കെ ഇന്ത്യയെ പിടിച്ചു കെട്ടാനും തടഞ്ഞു നിർത്താനും വേണ്ടിയുള്ള അന്താരാഷ്ട്ര ശക്തികളുടെ ഗൂഢാലോചന തന്നെയാണ്. അതുപോലെ നമ്മുടെ ഇറക്കുമതി രംഗത്ത് ഭക്ഷ്യ എണ്ണയുടെ ഇറക്കുമതി വർദ്ധിപ്പിക്കാൻ വേണ്ടി കേരളത്തിലടക്കം നമ്മൾ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് വെളിച്ചെണ്ണ കഴിച്ചാൽ ഹൃദ്രോഗം വരും എന്നൊരു നെറേറ്റീവ് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായിരുന്നു. വെളിച്ചെണ്ണ അതുകൊണ്ട് ആരും കഴിക്കരുത്. എന്നിട്ട് ഇവരെന്താ ചെയ്തത്? മലയാളിയെല്ലാം പത്രം വായിച്ചിട്ട്, അന്ന് തന്നെ ഇന്റർനെറ്റോ വാട്സാപ്പ് ഫേസ്ബുക്കോ ഒന്നുമില്ല, സോഷ്യൽ മീഡിയ ഇല്ല. അന്ന് പത്രങ്ങളെ വിലക്കെടുത്തുകൊണ്ട് പത്രങ്ങളിൽ പരസ്യം കൊടുക്കുന്നതിന് പകരം പണം കൊടുത്ത് പെയ്ഡ് ന്യൂസ് ആക്കിയിട്ട് വെളിച്ചെണ്ണ മാരകമായ വിഷമാണെന്നും അത് കഴിച്ചാൽ ഹൃദയസ്തംഭനം ഉണ്ടാകുമെന്നും എഴുതിച്ചു. അതൊക്കെ എഴുതാൻ ഇവിടുത്തെ മീഡിയക്ക് കാശ് കൊടുത്ത് അവർ എഴുതും. അങ്ങനെ എഴുതിയപ്പോൾ വെളിച്ചെണ്ണ ആരും ഉപയോഗിക്കാതെയായി. പകരം പാമൊലീവ്, പാമൊലിൻ, ഈ രണ്ട് സാധനങ്ങൾ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്തു. ഈ സമയത്ത് ഇന്ത്യയിൽ എന്താ സംഭവിച്ചത്? വില കുറഞ്ഞ വെളിച്ചെണ്ണ വൻതോതിൽ ഇന്ത്യയിൽ നിന്ന് വിദേശികൾ കടത്തിക്കൊണ്ടുപോയി. പിന്നീട് വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സത്യം കണ്ടുപിടിക്കപ്പെട്ടത്. എന്ന് പറഞ്ഞ പോലെ സാമ്പത്തിക രംഗത്ത് ഇന്ത്യ എവിടെ തലയുയർത്തുന്നോ അപ്പോൾ ഇന്ത്യയെ തടഞ്ഞു നിർത്താനും അടിച്ചിരുത്താനുമുള്ള വിദേശ ശക്തികൾ, അത് രണ്ടു തരത്തിലുള്ള ശക്തികളുണ്ട്. ഒന്ന്, അന്താരാഷ്ട്ര വാണിജ്യ ലോബികളുണ്ട്, വ്യവസായികളുണ്ട്, പിന്നെ ഗവൺമെന്റുമുണ്ട്. അപ്പോൾ ഗവൺമെന്റും വ്യവസായ ലോബികളും ഒത്തുചേർന്നുകൊണ്ട് വിദേശ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് ഭാരതത്തിന്റെ കുതിപ്പിനെ തടയിടാൻ വേണ്ടി നടത്തുന്ന കുതന്ത്രങ്ങളാണ് ഈ കാര്യത്തിൽ എന്നുള്ളതിന് നമ്മൾ ആശങ്കപ്പെട്ടോ സംശയിച്ചോ ഒന്നും നോക്കേണ്ട കാര്യമില്ല. അത് അങ്ങനെ തന്നെയാണ്. കാരണം ഇന്ന് ഭാരതം ലോകത്തെ 4ാമത്തെ സാമ്പത്തിക ശക്തിയാണ്. 10 വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ 10ാം സ്ഥാനത്ത് കിടന്നു. ഇന്ന് 10 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ 4ാമത്തെ സാമ്പത്തിക ശക്തിയായി. അടുത്ത 2 വർഷം കഴിയുമ്പോഴേക്കും നമ്മൾ 3ാമത്തേതാകും. അപ്പോൾ അമേരിക്ക, ചൈന, ഇന്ത്യ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതുകൊണ്ട് ഒരു സാമ്പത്തിക ത്രികോണ ശക്തികൾ എന്ന നിലയിലേക്ക് ലോകത്തെ ഈ 3 രാജ്യങ്ങൾ കടന്നു വരുന്നതിനെ ഒരു രാജ്യവും ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. ഇന്ത്യ സമ്പദ് വ്യവസ്ഥയിൽ ശക്തി പ്രാപിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്ന ഒരുപക്ഷെ ഇസ്രയേൽ ഉണ്ടാവും, ബാക്കി ആരും ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ പറഞ്ഞ എല്ലാ നീക്കങ്ങളുടെയും പിന്നില് ഇന്ത്യയെ സാമ്പത്തികമായി അട്ടിമറിക്കുക, അസ്ഥിരപ്പെടുത്തുക, ഇന്ത്യയുടെ കുതിപ്പ് തടയുക എന്നുള്ള ലക്ഷ്യമുണ്ട്. സംശയിക്കേണ്ട കാര്യമേ ഇല്ല. കാരണം അമേരിക്ക, ജപ്പാൻ, ചൈന, ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി ഇങ്ങനെയുള്ള വൻശക്തി രാഷ്ട്രങ്ങൾ എല്ലാം വളർച്ചാ നിരക്കിൽ GDP-യുടെ വളർച്ചാ നിരക്കിൽ മൈനസിലേക്ക് പോവുക, വലിയ തകർച്ച നേരിടുക. അവിടെയാണ് ഇന്ത്യ കുതിച്ചു മുന്നേറുന്നത്. 6.5% GDP വളർച്ചാ നിരക്ക് വർഷം തോറും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ത്യയുടെ കുതിപ്പ് എല്ലാവരെയും ഭയപ്പെടുത്തുന്നുണ്ട്. അതിന് തടയിടുക എന്നുള്ള ഒരു ലക്ഷ്യം, അത് ഗൂഢലക്ഷ്യമോ രഹസ്യ അജണ്ടയോ ഒന്നും അല്ല, അത് പരസ്യമായിട്ടുള്ള ഒരു നീക്കം തന്നെയായി നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. എന്തായാലും എയർ ഇന്ത്യയെ നശിപ്പിക്കുക, തകർക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ കൂടി തകർക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ടുകൊണ്ടാണ്. അഹമ്മദാബാദ് വിമാന ദുരന്തം ഉൾപ്പെടെ എങ്ങനെ സംഭവിച്ചു എന്ന കാര്യത്തിൽ ഇന്നും വ്യക്തമായ ഒരു ഉത്തരം ലഭിച്ചിട്ടില്ല. അന്വേഷണം പുരോഗമിക്കുകയാണ്. വരും ദിവസങ്ങളിൽ അതിനൊരു ഉത്തരം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കാം. അതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം മാത്രം 6ഓളം എയർ ഇന്ത്യ വിമാനങ്ങൾ റദ്ദാക്കുകയോ അല്ലെങ്കിൽ സസ്പെൻഡ് ചെയ്യുകയോ ചെയ്തിരിക്കുന്നത്. എന്തായാലും വ്യക്തമാണ്. താങ്ക് യു ജയസൂര്യ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.